സുഹൃത്തുക്കളെ, നമ്മുടെ മിഥുൻ മാനുവൽ തോമസിന്റെ ജയറാമിന്റെ ഒപ്പം തന്നെ ഒരു മഹാനടന്റെ ഓസ്ലർ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടു. ആ സിനിമ കണ്ടു വന്നിരുന്നിട്ട് എന്തെങ്കിലും ആ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തൊക്കെയായാലും സിനിമയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് എനിക്ക് തോന്നലുണ്ടായതും ആ സിനിമ കാണുമ്പോൾ എനിക്ക് ഉണ്ടായ തോന്നലുകളും എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയായാലും അതിൽ സ്പോയിലർ വരാതെ എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്താമെന്നുള്ളത് വേറെ കാര്യമാണ്. സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു നല്ല എഴുത്തുകാരന്റെ, ആ ഒരു നല്ല സംവിധായകന്റെ സിനിമകളെല്ലാം കണ്ട് ശീലിച്ചിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയുന്ന ഒരു കാര്യം, മറ്റാരും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ട്വിസ്റ്റുകൾ ആ ഒരു സിനിമയിലെ അദ്ദേഹം കൊണ്ടുവന്ന് വെക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു എൻട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ എൻട്രി ഒക്കെ വലിയ അത്ഭുതം ഉണ്ടാക്കുകയും അങ്ങനെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമം അദ്ദേഹം നടത്താറുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ ഫിലിമുകളൊക്കെ ചെയ്യുമ്പോഴുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് വരെ അതിഗംഭീരമായിട്ട് സിനിമയെ കൊണ്ടുപോകാൻ ഇത്തരത്തില് സിനിമ എടുക്കുന്ന എല്ലാവർക്കും സാധിക്കാറുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലൊരു സീരിയൽ കില്ലർ, അത്തരത്തിലൊരു കൊലപാതകം നടത്താനുള്ള കാരണം എന്ത് എന്നുള്ള ആ ഒരു കാരണത്തിലേക്ക് സിനിമ പോകുന്ന സമയത്ത് വളരെയധികം ലൂസായി പോയിട്ടുള്ള ഒരു തിരക്കഥയായിട്ട് പലപ്പോഴൊക്കെ അതിനെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ അബ്രഹാം ഓസ്ലർ അത് ഒരു ജയറാം സിനിമ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ട് ജയറാം എന്ന് പറയുന്ന ആ ഒരു നടന്റെ ചെറുപ്പകാലത്ത് അഭിനയങ്ങളെല്ലാം കണ്ട് ശീലിച്ച ആളുകളാണ് നമ്മൾ. ഈ അടുത്ത കാലത്ത് പോലും നമ്മുടെ കേരളത്തിൽ വന്ന് മലയാളത്തിലെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ അഭിനയിച്ചപ്പോഴും നമ്മൾക്ക് കിട്ടേണ്ടതൊന്നും അദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു അഭിനയ ശൈലി മാത്രമായിരുന്നു ജയറാം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എത്രയോ കാലമായിട്ട് നമ്മളെ മലയാളത്തിൽ ചെയ്തു വന്നിരുന്നത്. പക്ഷേ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് പറയാൻ കഴിയുക, അതുവരെ കാണാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അതുവരെ കാണാത്ത ഒരു ജയറാം, അദ്ദേഹത്തിന്റെ നടത്തം പോലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, ചില സാഡ് കാര്യങ്ങൾ പറയുമ്പോഴുള്ള സ്ഥിരമായിട്ട് ജയറാമിന് വരുന്ന ചില മുഖഭാവങ്ങളാവട്ടെ, അത്ര മുഖഭാവങ്ങളൊക്കെ കൃത്യമായിട്ടും മാറ്റി നിർത്താനുള്ള ശ്രമത്തിലേക്ക് ജയറാം എന്ന് പറയുന്ന നടൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തോണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു നടൻ. ഒപ്പം തന്നെ ജയറാമിന് കൂടെ, ജയറാം ഒരു പോലീസുകാരാണ്, അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റു പോലീസുകാരിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ജെന്യുവിനിറ്റി ഇല്ലാത്ത ഒരു പോലീസുകാരെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും ഒരു പോലീസുകാരനാവാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ചില ഡയലോഗ് ഡെലിവറികളൊക്കെ അതിലുണ്ട്. എല്ലാ ഡയലോഗുകളും പറയുന്ന ആ ഡയലോഗുകളൊക്കെ ഭയങ്കര സുന്ദരമാണ്. എന്നാൽ ചിലയിടത്തെല്ലാം നമുക്ക് ആ ഒരു ഡയലോഗുകളൊക്കെ ഒരല്പം കൂടുതൽ ഡ്രമാറ്റിക് ആയിട്ട് മാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം. എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലർക്ക് അത്തരത്തിൽ അഭിപ്രായം ഉണ്ടാവല് വളരെ കുറവ് മാത്രമായിരിക്കും. എന്തൊക്കെയായാലും ജയറാം അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജയറാമിന്റെ സിനിമ എന്നതിനേക്കാൾ അപ്പുറത്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ സിനിമ കണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സിനിമ അവസാനിക്കുന്ന സമയത്ത് അലക്സാണ്ടർ ജയറാം അഭിനയിക്കുന്ന ഓസ്ലറോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നമ്മൾ ഇനി വീണ്ടും കാണേണ്ടി വരും, നമ്മൾ വീണ്ടും കാണും എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണല്ലോ. അതുപോലത്തെ ഒരു യൂണിവേഴ്സിലേക്ക് ശ്രമത്തിന്റെ ആദ്യ പടിയാണോ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്ന് കൃത്യമായിട്ട് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ കഥ മാത്രമാണ്. ഇനിയും ആ ഒരു കഥ തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും നമ്മുടെ ജയറാം എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ജയറാമിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജയറാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഓസ്ലറിന്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഓസ്ലർ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ആരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ആ കഥ ഇപ്പോഴും റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ റിവീൽ ചെയ്യുന്നത് ഒരുപക്ഷെ അടുത്ത സിനിമയിലായിരിക്കാം. ആ ഒരു കഥ എനിക്ക് തോന്നുന്നു മിക്കവാറും അത് നമ്മുടെ അർജുൻ അശോക് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. അർജുൻ അശോകിലേക്ക് എത്താം. ഗംഭീരമായിട്ട് ഭാവിയുള്ളൊരു നടൻ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് സിനിമകൾ അർജുൻ അശോക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു വേറൊരു മനുഷ്യൻ, അത് നമ്മുടെ ജഗദീഷ് ചേട്ടനാണ്. എന്നാ വേഷം എന്ന് പറയുന്നത്, ഒരു ക്യാരക്ടർ വേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. ഇതില് അദ്ദേഹം ഒരു വേഷം ചെയ്തിട്ട് അദ്ദേഹം ഈ നടന്നു വരുന്ന സമയത്തൊക്കെ ചില നടത്ത സ്റ്റൈലുകളൊക്കെ അദ്ദേഹം പണ്ട് നടന്ന
ചെറുപ്പക്കാരനായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം നടന്ന ഒരു നടത്ത സ്റ്റൈലൊക്കെ അദ്ദേഹം കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആ നടത്തത്തില്, സംഭാഷണത്തില് വളരെ കുറച്ച് മാത്രമേ ഡയലോഗുള്ളൂ. ബാക്കി മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവാഭിനയമാണ്. ആ ഭാവാഭിനയം കൊണ്ട് എന്താണ് ആ ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് കണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ആ ഒരു മനുഷ്യനെ. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ആ ചങ്ങാതി ആ ഒരു സിനിമയില്, നമ്മുടെ ഓസ്കർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയില് അഭിനയിച്ചു പോയിട്ടുണ്ട്. ഒപ്പം തന്നെ സൈജു കുറുപ്പ് എന്തോ ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൈജു കുറുപ്പ് ഈ ഒരു സിനിമയിൽ ചിരിക്കുന്ന രംഗമുണ്ട്. ആ ഒരു ചിരിക്കുന്ന രംഗത്തില് വേണ്ടാത്തൊരു ചിരിയായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക. എത്രയോ കാലമായിട്ട് കണ്ട് ശീലിച്ച ചിരിയല്ല ആ ഒരു സിനിമയിൽ വേണ്ടിയിരുന്നതെന്ന് നമുക്ക് കണ്ടിരിക്കുന്ന പലർക്കും തോന്നിപ്പോവും. ഭാഗ്യത്തിന് അതിന്റെ രണ്ടാമത്തെ ഒരു ചിരിയിലേക്ക് നമ്മുടെ ക്യാമറ പതിപ്പിക്കുന്ന സമയത്ത് ആ ചിരി ഒരല്പം ഷെയ്ഡ് ഇട്ടുകൊണ്ട്, ഒരു ഇരുട്ട് മറച്ചുകൊണ്ടാണ് പിന്നീട് കാണിച്ചത്. അത് ഭാഗ്യമായി പോയി, അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ട് തീരുമാനമായി പോയെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അല്ലെങ്കിൽ അത് വളരെയധികം മോശമായി പോയത്. ഇനി കൃത്യമായിട്ട് പറയാവുന്ന ഒരൊന്നാമത്തെ കാര്യം അതിന്റെ എഡിറ്റിംഗ് ആണ്. ഒപ്പം തന്നെ തേനി ഈശ്വറാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. തുടക്കത്തിലെ ക്യാമറ ഷോട്ടുകളൊക്കെ എനിക്ക് ഈ സിനിമയ്ക്ക് പറ്റുന്ന ഷോട്ടുകളാണെന്നൊക്കെ സംശയം തോന്നിയെങ്കിലും അതിനുശേഷം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. തേനി ഈശ്വരൊക്കെ നമുക്കറിയാം, നമ്മുടെ നന്മകൾ നേരത്തെ മയക്കെന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത മനുഷ്യനാണ് തേനി ഈശ്വർ എന്ന് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള ഷോട്ടുകളാണ്. ചില ഫ്രെയിമുകളൊക്കെ നമുക്ക് അങ്ങനെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ തോന്നുന്ന ചില ഫ്രെയിമുകളൊക്കെ ഉണ്ട്. എന്തായാലും ഗംഭീരമായിട്ട് ആ ഒരു ഫ്രെയിമുകൾക്ക് അപ്പുറത്തായിട്ട് അത് മുഴുവൻ എഡിറ്റ് ചെയ്തൊരു ചങ്ങാതിയുണ്ട്. ഗംഭീരമായിട്ടുള്ള എഡിറ്റിംഗ് ആണ്. ഈ സിനിമയ്ക്ക് വേണ്ട എഡിറ്റർ തന്നെയാണ്. സിനിമ സംവിധായകനൊപ്പം തന്നെ നിന്ന് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന ജോലി ഗംഭീരമായിട്ട് ആ ഒരു മനുഷ്യൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കണ്ട ആ ഒരു തിയേറ്ററിന് പ്രശ്നമായിരിക്കും, ഗംഭീരമായിട്ട് ഇങ്ങനെ അലക്കിയായിരുന്നു ചില സംഗതികളെല്ലാം. അത് ചിലത് നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ പോകുന്നത്, ചില മ്യൂസിക്കും നമുക്ക് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാതെ പോകുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ എൻട്രി ഉണ്ട്. ആ എൻട്രിക്ക് ശേഷം, ആ എൻട്രിക്ക് ഗംഭീരമാണ്. ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ പോകുന്ന ഒരാളാണെങ്കിൽ ആ ഒരു മഹാനടന്റെ എൻട്രി ഗംഭീരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും നമ്മളൊക്കെ തരിച്ചിരുന്ന് പോവുകയും ചെയ്യുന്ന ഒരു എൻട്രിയാണ് ഒരു ചങ്ങാതിയുടെ. അതിനുശേഷം പിന്നീട് അദ്ദേഹം പോകുന്ന ചില പല നിമിഷങ്ങളിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ആ ഒരു സമയത്തിന് പറ്റാത്ത, അല്ലെങ്കിൽ ആ ഒരു സീനുകൾക്ക് പറ്റാത്ത പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പോയി. അവിടെ അല്പം ആ സീനുകളുടെ ഒരു പവറിനെ കുറയ്ക്കുന്ന രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നീട് ഉണ്ടായതെന്ന് അർത്ഥം. എനിക്ക് വളരെയധികം മോശമായി തോന്നി എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നതും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് എനിക്കറിയാം ഇതിനുശേഷം നല്ല തെറിവിളി ഉണ്ടായിരിക്കും. എൻ്റെ ചാനൽ താഴെ മിക്കവാറും നല്ല പോലെ മെഴുകലൊക്കെ ഉണ്ടായിരിക്കുന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. പലരും എബ്രാഹാം ഓസ്ലർ ഒരു ഗംഭീര പടം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഒരു പടത്തെ ഒരു ആവറേജ് പടം എന്ന രീതിയിൽ മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടനെ ഈ ഒരു സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ചെയ്തു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്ത് ധൈര്യത്തിലായി ചങ്ങാതി അതിലേക്ക് കൊണ്ടുവന്നത്, എന്ത് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് തവണ സെക്കൻഡ് ഹാഫ് വർഷം മുഴുവൻ പോകുന്നത് ആ ഒരു മനുഷ്യന്റെ കഥയോട് കൂടിയിട്ടാണ്. ആ ഒരു മനുഷ്യന്റെ കഥ പറച്ചിലിനെ, അല്ലെങ്കിൽ അതിൻ്റെ ആ തീഷ്ണതയെ കാണുന്നവരിലേക്ക് അദ്ദേഹം പറയുന്ന ആ ഒരു കഥ പറച്ചിലെ തീഷ്ണത കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. എനിക്കൊന്ന് ഫീൽ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന സമയത്ത്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറുടെ പ്രശ്നത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു അലക്സാണ്ടർ പ്രശ്നം നമുക്ക് കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമായി തോന്നണ്ടേ? സത്യം പറയാലോ, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സമയത്തും അത് എൻ്റെ പഞ്ചിലേക്ക് എത്തുന്നത് നമ്മുടെ അർജുൻ അശോകനിലേക്കാണ്. അർജുൻ അശോകന്റെ ഒരു ചിരിയോട് കൂടിയിട്ട് ആ സിനിമ അവസാനിക്കുന്നുണ്ട്. അതിന്റെ പൊന്നു സുഹൃത്തുക്കളെ ഗംഭീരമാണ്. പക്ഷേ എത്രയോ സമയം, ഒരു അരമണിക്കൂറോളം ആ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഒരു ചെയറിൽ അങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. എന്തിനായിരുന്നു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതല്ലാതെ തന്നെ എന്തൊക്കെ ചെയ്യാമായിരുന്നു അടക്കം ഞാൻ ആലോചിച്ചു പോയി. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സിനിമ വിജയിക്കും കേട്ടോ. സിനിമ 100% വിജയിക്കും. അത് ആളുകൾ കാണും. നാളെയും മറ്റന്നാളും വേണ്ട, ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ എബ്രാഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും തിയേറ്ററുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുക. ആളുകൾ ഇപ്പൊ തന്നെ തിങ്ങി നിറഞ്ഞ് കാണുകയാണ്. എൻ്റെ നാട്ടിലെ തിയേറ്ററിലൊക്കെ ഫില്ലാണ്. നാളെന്നും മറ്റന്നാളൊന്നും ടിക്കറ്റുകളൊന്നും കിട്ടാനില്ല. ആളുകൾ കൃത്യമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അത് കണ്ടിരിക്കുന്ന കാര്യം ഉറപ്പാണ്. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് ഫീൽ ചെയ്ത ഒന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം.
അത്രയ്ക്ക് അങ്ങോട്ട് കൊട്ടിഘോഷിക്കാൻ മാത്രം എബ്രഹാം ഓസ്ലർ ഒന്നും ഇല്ല. എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇനി വരാനിരിക്കുന്ന ഈ ഒരു യൂണിവേഴ്സിലെ ആദ്യത്തെയോ നോ ഒരുപക്ഷെ രണ്ടാമത്തെ സിനിമയായി ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതിനെപ്പറ്റി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഇതിനുശേഷം തീർച്ചയായിട്ടും മമ്മൂട്ടിയും ജയറാമും തമ്മിലുള്ള കോമ്പിനേഷനുള്ള സിനിമകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. അത്തരം സിനിമകൾക്കായിട്ട് കാത്തിരിക്കാം നമുക്ക്. എന്തായാലും കണ്ടവരോടാണ്, കണ്ട ആളുകൾ ഒന്ന് അഭിപ്രായം പറയാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ പറ്റുമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ഇറക്കുന്ന ശ്രമം നടത്താം. ബൈ.